ഇന്നലെ രാവിലെ കുട്ടിക്കാനത്തിന് സമീപം വളഞ്ഞങ്ങാനത്തുണ്ടായ ബൈക്ക് അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ അപകടത്തിൽ മരിയൻ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി അണക്കര പ്ലാമൂട്ടിൽ ഡോൺ 19 വയസ്സ് ആണ് മരണപ്പെട്ടത്. ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന സഹപാഠി അൻസിൽ നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. കോളേജിൽ ഇന്ന് തുടങ്ങാനിരുന്ന പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്നു. വളഞ്ഞങ്ങാനത്ത് വച്ചാണ് ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്. ഡോണിൻ്റെ പരിക്ക് ഗുരുതരമായതിനാൽ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് 12:30 കുട്ടിക്കാനം മരിയൻ കോളേജിൽ മൃതദേഹം കൊണ്ടുവരികയും പൊതുദർശനത്തിന് ശേഷം നാളെ 10 മണിക്ക് അണക്കര സെൻറ് തോമസ് ഫെറാനോ ദേവാലയത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. പിതാവ് സാജൻ, അമ്മ ദീപ, ഒരു സഹോദരൻ ജീവൻ. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളവ് തിരിയുമ്പോൾ തന്നെ വാഹനം മറിഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് നിരങ്ങി നീങ്ങിയാണ് എതിരെ വന്ന മറ്റൊരു ബൈക്കിൽ ഇടിച്ചു മറിയുന്നത്. കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള റോഡ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ജീവനുകൾ പൊളിയുന്ന റോഡുകൾ തന്നെയാണ്. വളവും തിരിവും കയറ്റവും ഇറക്കവും. അമിത വേഗത്തിൽ ഒരു കാരണവശാലും ഈ റോഡിൽ വാഹനം ഓടിക്കാൻ പറ്റുന്നതല്ല. അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത് ഇതുമൂലം തന്നെയാണ്. മിക്ക വാഹനങ്ങളും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാവുന്നത് വളവിലൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഓവർടേക്ക് ചെയ്ത് വരുന്നതാണ്. ഈ അപകടത്തിൻ്റെ ദൃശ്യം നമുക്ക് ഒന്നും കൂടെ കാണാം. വാഹനം അപകടപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് CCTV തൊട്ട് പുറകെ വന്ന വാഹനത്തിൻ്റെ ഡാഷ് ക്യാമിലെ ക്യാമറയാണ്. അത്ര ക്ലിയർ അല്ല എങ്കിലും ആ വളവിൽ തന്നെ വാഹനം മറിഞ്ഞു വീഴുന്നുണ്ട്. ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് നിലത്ത് മുട്ടിയിട്ടാകാം വാഹനം മറിഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെ നിരങ്ങി നീങ്ങി മറ്റു ബൈക്കിലേക്ക് ഇടിച്ചു കയറിയതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ റോഡിൽ വളവിൽ അങ്ങനെ മറിയാൻ സാധ്യത കുറവാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം മിക്കപ്പോഴും വളവുകളിൽ വാഹനം ബൈക്ക് മറിയുന്നതും ഒരുപാട് സൈഡ് സ്റ്റാൻഡ് നിലത്ത് തട്ടുന്നതും മൂലം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ CCTV ദൃശ്യം അത്ര ക്ലിയർ അല്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുമാനമാണ്. അല്ലെങ്കിൽ സാധാരണ നിയന്ത്രണം പോയതാണേലും നേരെ പോയി മറ്റുള്ള ബൈക്കിനിട്ട് ഇടിച്ച് കയറത്തുള്ളായിരുന്നു. മറിഞ്ഞ് വീണിട്ട് നിരങ്ങി നീങ്ങിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംശയം പറഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും രാപകലില്ലാതെ പരിശോധനകളും ബോധവൽക്കരണങ്ങളും നടത്തിയിട്ട് കോട്ടയം ജില്ലയിൽ തന്നെ ഈ 6-7 മാസത്തിനുള്ളിൽ പൊരിഞ്ഞത് 150ഓളം ജീവനുകളാണ്. അത് വാഹനാപകടത്തിൽ തന്നെ. കോട്ടയം ജില്ലയിൽ നടന്ന വാഹനാപകടങ്ങളുടെ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ജനുവരി മാസത്തിൽ നടന്നത് 337 അപകടമാണ്. അതുപോലെ ഫെബ്രുവരിയിൽ നടന്നത് 253 അപകടങ്ങൾ, മാർച്ചിൽ നടന്നത് 314 അപകടങ്ങൾ, ഏപ്രിൽ നടന്നത് 274 അപകടങ്ങൾ, മെയ് മാസത്തിലും ഒട്ടും കുറവല്ല 272, ജൂൺ മാസത്തിൽ 252, ജൂലൈ നടന്നത് 224. ഇതിൻ്റെ അകത്ത് കൂടുതലും മദ്യപിച്ച് അപകടങ്ങൾ ഉണ്ടായതാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റോഡ് അപകടങ്ങളിൽപ്പെട്ട് 1472 പേരോളം ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നാണ് പ്രാഥമിക വിവരം.
വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിനെക്കാട്ടിൽ കൂടുതലാണ് നമ്മുടെയൊക്കെ റോഡുകളിൽ കുഴികളിൽ വീണ് ഒരുപാട് ആൾക്കാരാണ് ഗുരുതര പരിക്കുകളുമായി ഹോസ്പിറ്റലിൽ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ മിക്ക പാതകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിലെ കുഴി എന്ന് പറയുന്നത് ഒരു പുതിയ വില്ലൻ തന്നെയാണ്. കാരണം ഏത് നിമിഷവും നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കറുകച്ചാൽ നെടുങ്കുന്നം കോവേലിയിൽ നടന്ന ബൈക്ക് അപകടത്തിൽ നെടുമണ്ണി കിഴക്കേമറ്റം പ്രിൻസൺ ജോൺസൺ 18 വയസ്സ് മരണപ്പെട്ടത് റോഡിലെ കുഴിയിൽ വീണ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ്. ഇതുപോലെ എത്രയെത്ര ജീവനുകൾ നമ്മുടെ നിരത്തുകളിൽ പൊലിയുന്നു.